ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് ക്രിമിനോളജിയിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് ചേഞ്ചിങ് പാറ്റേൺസ് ഓഫ് ക്രിമിനാലിറ്റി ഇൻ സോഷ്യോ ഇക്കണോമിക് കോണ്ടെക്സ്റ്റ്. അതായത് സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ കുറ്റകൃത്യങ്ങളുടെ മാറുന്ന രീതികൾ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് പണ്ടത്തെ കുറ്റകൃത്യങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള കുറ്റകൃത്യങ്ങളും എന്നുള്ള രീതിക്ക് ആദ്യം എന്ത് ചെയ്യുക, അതിനൊന്ന് നോക്കിക്കാണാം. നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിങ്ങളൊന്ന് നോക്കിക്കാണാം. അപ്പോൾ ട്രഡീഷണൽ വേഴ്സസ് മോഡേൺ പ്രൊഫൈൽസ് എന്ന് പറയുമ്പോൾ ആദ്യം, അതായത് പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന കുറ്റകൃത്യങ്ങളും അതേപോലെ തന്നെ ആധുനികമായിട്ടുണ്ടാവുന്ന കുറ്റകൃത്യങ്ങളും, ഇങ്ങനെ രണ്ട് പ്രൊഫൈലാക്കിയിട്ട് കുറ്റകൃത്യങ്ങളെ ആദ്യം ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ എന്ന് പറയുമ്പം ഇപ്പോൾ എന്താണ്, വിശപ്പ് കാരണം അല്ലെങ്കിൽ അത്രയും അധികം ദാരിദ്ര്യം കാരണം, അറിവില്ലായ്മ കാരണം, തൊഴിലില്ലായ്മ കാരണം, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ജീവിത മാർഗം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട്, അതായത് അത്രയും അധികം സിറ്റുവേഷൻസ് വരണ സമയത്തായിരുന്നു മെയിനായിട്ടും ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു സർവൈവൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, കുറ്റകൃത്യങ്ങൾ ചെയ്തു വന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് ഓർക്കുന്ന സമയത്ത് മെയിനായിട്ടും ഒരു ചരിത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതെയും ഉണ്ട്, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, എല്ലാ കേസസിലും എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. പക്ഷേ പരമ്പരാഗതമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം, ഇല്ലിറ്ററസി കാരണം, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് കാരണം, എങ്ങനെയെങ്കിലും ജീവിച്ച് പോകണം എന്നുള്ള ആ ഒരു ചിന്ത കാരണമൊക്കെ കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള ചാൻസ്, മോഷണം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ട്രഡീഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അത് മോഡേൺ ഷിഫ്റ്റിലേക്ക് മാറുന്ന സമയത്ത് ഇത്, അതായത് നമ്മൾ ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് പറയുന്ന സമയത്ത് അത്രയും അധികം ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ള രീതിക്കാണ് പറയണത്. പക്ഷേ നമ്മൾ ആധുനിക കാലഘട്ടത്തിലെ കുറ്റകൃത്യങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും അപ്പർ ലെവലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അപ്പർ ലെവലിൽ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ പോലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു മിഡിൽ ലെവൽ റേഞ്ചിലുള്ള ആളുകളും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. അതായത് പ്രൊഫഷണൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെലിബ്രിറ്റീസ് പോലെയുള്ള അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുറ്റകൃത്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് ഈ ഒരു ട്രഡീഷണൽ വേഴ്സസ് മോഡേൺ എന്നുള്ള രീതി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടും ഇങ്ങനെയുള്ള ഇപ്പോൾ ആധുനികമായിട്ടുമുള്ള കാലഘട്ടത്തിൽ വരുന്ന കുറ്റകൃത്യങ്ങളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ള 2 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണലിലും കിട്ടി, അതേപോലെ തന്നെ മോഡേൺ ഷിഫ്റ്റിലും കിട്ടി. ഇനി നേച്ചർ ഓഫ് ഒഫൻസസ്, അതായത് ഇങ്ങനെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എന്തൊക്കെയാണ്. അതായത് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എന്ന് പറയുമ്പം ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക സാമൂഹിക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, അതായത് എന്താണ്, നികുതി വെട്ടിപ്പ്, ടാക്സ് എന്ത് ചെയ്യുക, എവേഷൻ ചെയ്യുക, അതേപോലെ തന്നെ കള്ളപ്പണം ഉണ്ടാക്കുക എന്നുള്ള രീതിക്ക്, കള്ളപ്പണം വിൽക്കുക, കള്ളപ്പണം ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം മണി ലോണ്ടറിങ്ങിൽ പെടും. ആൻഡ് ഇതൊക്കെ എന്താണ്, ഒരു ഫിസിക്കൽ വയലൻസിനേക്കാളും ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളില്ല, അവിടെ വഞ്ചനകളില്ല, പക്ഷേ ശാരീരികമായിട്ടുള്ളതല്ലാതെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതായത് നികുതി വെട്ടിപ്പ്, അതേപോലെ തന്നെ മണി ലോണ്ടറിങ്, ഈ 2 എക്സാമ്പിളാണ്. അതായത് ടാക്സ് എവേഷനും മണി ലോണ്ടറിങ്ങും, നികുതി വെട്ടിപ്പും അതേപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലും, ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമ്പിളായിട്ട് മോഡേൺ സോഷ്യോ ഇക്കണോമിക് ക്രൈംസിൽ, ആധുനിക സാമൂഹിക സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. നമ്മുടെ ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. പക്ഷേ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, അല്ലേ, അതായത് മുന്നേ ഉള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്നുള്ള രീതിക്ക് കുറേയധികം ഭാഗത്ത്, ഇപ്പോൾ ക്രിമിനോളജിയിൽ തന്നെ കുറേയധികം ഭാഗത്ത് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിലും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ചേഞ്ചിങ് മോട്ടീവ്സ്, അതായത് ക്രൈംസ്, കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എന്തെങ്കിലും ഒരു അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഗ്രീഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അധികാരം കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, സാമൂഹികമായിട്ടുള്ള മത്സരം എന്നിവയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ്. അതായത് ഇപ്പോൾ ഒരു അധികാര സ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അധികാരം എനിക്ക് വേണം എന്നുള്ള രീതിക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അത്രയും അധികം അത്യാഗ്രഹത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത്രയും അധികം പവർ വേണം
എന്നുള്ള കാര്യത്തോട് കൂടിയിട്ടൊക്കെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാനുള്ള, അതെല്ലാം മോട്ടീവായിട്ട് കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതായത് അതെല്ലാം എന്താണ്, ഇതിലേക്ക് നയിക്കുന്ന പ്രേരണകളായിട്ട് കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഗ്ലോബലൈസേഷൻ ആൻഡ് കൺസ്യൂമറിസം. ഗ്ലോബലൈസേഷൻ കൺസ്യൂമറിസത്തിൽ നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, അതായത് ഈ ഒരു ഭൗതിക വിജയത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യം നൽകുന്ന സമയത്ത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് നയിക്കാനുള്ള, അതായത് ഭൗതികമായിട്ടുള്ള ഒരു ജീവിതമാണ്, തീരെ എത്തിക്സ് ഇല്ലാതെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്, ഞാൻ എന്ത് ചെയ്താലും അതെനിക്ക് തിരിച്ച് കിട്ടുന്നില്ല, കർമ്മയിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കുറ്റകൃത്യം ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നുള്ള രീതിക്കാണ്. അതായത് ആഗോള ജീവിത രീതിക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രം, ഞാൻ എന്നുള്ളത് മാത്രം കണക്കാക്കിയിട്ട് ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ധാർമ്മിക ബോധമെല്ലാം എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? മറക്കാനായിട്ട്, അല്ലെങ്കിൽ അതെല്ലാം പാലിക്കാതിരിക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നുള്ള രീതിക്കാണ് എഴുതേണ്ടത്. ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ എന്താണ്, ഒരു സാമൂഹിക ജീവിയാണ്. ഞാൻ എന്തും പറയും, എനിക്ക് തോന്നിയതെല്ലാം ഞാൻ പറയും, വെട്ടി തുറന്ന് പറയും, ഒരു മടിയില്ലാതെ പറയുമെന്ന് ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണ്? മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാളോട് സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളോട് പെരുമാറുക എന്നുള്ള രീതിയാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്. അത് ഇതിലല്ല, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ചലഞ്ചസ് ഫോർ ലോ എൻഫോഴ്സ്മെൻറ്റ്. ഇങ്ങനെയുള്ള നിയമപാലകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിക്കാണ് പറയണത്. അതായത് ഉയർന്ന പദവിയിലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കുറ്റവാളികൾ നിയമപരമായിട്ടുള്ള ഈ ഒരു നിയമത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചാൻസ്, അവരുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ, ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അവരുടെ സ്വാധീനം, അതേപോലെ തന്നെ അവരുടെ പവറൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറ്റകൃത്യം ചെയ്താലും അത് മായ്ച്ച് കളയാനുള്ള ആ ഒരു ചാൻസ് കൂടിയും അവിടെ ഉണ്ട്. അപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരു പ്രാവശ്യം കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ പേടി ഉണ്ടാവുമായിരിക്കും. രണ്ടാമത്തെ വട്ടം കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം കുറ്റകൃത്യം ചെയ്തിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ, എൻ്റെ സ്വാധീനത്തിനൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള ചിന്ത അവരെ വീണ്ടും എന്തിലേക്ക് നയിച്ചേക്കാം? കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നുള്ള രീതിക്കാണ് പറയണത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്താണ്? ജസ്റ്റിസ് ഗ്യാപ്പ്, അതായത് നീതിയിലെ വ്യത്യാസം. പണക്കാർ അതേപോലെ തന്നെ പണമില്ലാത്തവർ, ദരിദ്രർ എന്നുള്ള കാഴ്ചപ്പാട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണക്കാർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണം കൊടുത്ത് എന്തും വാങ്ങാം, പണത്തിന് വില എന്താ, പരുന്തും പറക്കില്ല എന്നൊക്കെ ഉള്ള ഒരു ചൊല്ലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കുക, പണം കൊടുത്ത് നേടാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പണം കൊടുത്ത് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്ന രീതി വന്നതോട് കൂടിയിട്ട് പണക്കാർക്ക് എന്താണ്, എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താലും അതിന് പണം കൊടുത്ത് രക്ഷപ്പെടാനുള്ളൊരു വോയിസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കോപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് എന്താണ്, പണം എറിയും. ഓക്കെ, ഇങ്ങനെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്കാണ് പറ്റുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അറിയാതെ ചെയ്ത കുറ്റകൃത്യമാണ് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കാലങ്ങളോളം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുണ്ട്. കാരണം എന്താണ്, അവരുടെ അടുത്ത് കൊടുക്കാനായിട്ട് പണമില്ലാതിരിക്കുന്ന സമയത്ത് അവരെന്താണ്, ജീവിതകാലം മുഴുവൻ, ചിലപ്പോൾ അവരുടെ ഈ ഒരു ജീവിതം മുഴുവൻ അവർ എന്ത് ചെയ്യേണ്ടി വരുമായിരിക്കും, ഈ ഒരു ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിധേയമാക്കേണ്ടി വരുമായിരിക്കും എന്നുള്ള രീതിക്കാണ് പറയണത്. ഇനി അടുത്തൊരു പോയിന്റ് എന്താണ്? നീഡ് ഫോർ റീഫോം, അതായത് ലീഗൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ റീഫോംസ് ആർ എസെൻഷ്യൽ ടു അഡ്രസ് ദി ഇവോൾവിംഗ് നേച്ചർ ഓഫ് ക്രൈം ആൻഡ് സ്ട്രെങ്തൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അതായത് പരിഷ്കരണം വന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ പരിഷ്കരണത്തിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നുള്ള രീതിക്കാണ് പറയണത്. കുറ്റകൃത്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പണ്ട് നമ്മൾ കുറ്റകൃത്യമാണ്, ഇപ്പോൾ മന്ത്രവാദം പോലെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്, മന്ത്രവാദം പോലെയുള്ള കാര്യങ്ങൾ ആദ്യത്തെ കാലത്ത് കുറ്റകൃത്യമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെന്താണ്, ഇപ്പോൾ ഒരു കലയായിട്ടാണ്, ഒരു ആർട്ടായിട്ടാണ് നമ്മുടെ സമൂഹം എന്ത് ചെയ്യണത്, ഉൾക്കൊള്ളണത്. അപ്പോൾ അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഈ ഒരു പരിഷ്കരണത്തിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നുള്ള രീതിക്കാണ്. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടും ഇതെല്ലാം വരേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് വരേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് എന്നുള്ള രീതിക്കാണ് പറയണത്. അപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇതിൽ എഴുതേണ്ടതായിട്ടുള്ളത്. ഇനി എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും വേണമെന്നുണ്ടെങ്കിൽ, അതായത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും ഏകദേശം 90% മാർക്കും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തേക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചേക്കാം. അപ്പോൾ താങ്ക്